ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ മത്തി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കൂടി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് കൂടിയാണ്. എരിവനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചി കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒരു മീഡിയം വലുപ്പമുള്ളത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മത്തി കൂടിയാണ് ചേർക്കേണ്ടത്. മത്തിക്ക് വലിപ്പമുള്ളതിനാൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. മത്തി നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള കരിവേപ്പിലയാണ്. മീഡിയം വലുപ്പത്തിലുള്ള 2 കുടംപുളിയാണ് കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മത്തി നല്ലോണം തിളച്ച് മീൻ്റെ ചാറൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മത്തിക്കറി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.